കേരളം ഇപ്പോൾ ഒരു വലിയ കാത്തിരിപ്പിലാണ്. വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, ജനവിധി പെട്ടിയിലായി. ഇനി ആരാണ് അടുത്ത 5 വർഷം കേരളം ഭരിക്കുക എന്നറിയാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പേടിച്ച് അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാൻ ചിലർ തിരക്കിട്ട് നീക്കങ്ങൾ നടത്തുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഴയ ആ തീപിടുത്ത കഥകൾ വീണ്ടും ആവർത്തിക്കുന്നു. എന്താണ് അവിടെ ശരിക്കും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം കേട്ടാൽ തന്നെ നമുക്ക് വലിയ സംശയം തോന്നും. ഇന്ന് മുതൽ, അതായത് ഏപ്രിൽ 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലെ ഇ ഓഫീസ് സംവിധാനം മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞ് അടച്ചിടാൻ പോവുകയാണ്. നോക്കണേ, നാട് മുഴുവൻ വിഷുവും മറ്റും ആഘോഷിക്കാൻ പോകുമ്പോൾ ഈ കമ്പ്യൂട്ടറുകൾക്ക് മാത്രം എന്തിനാണ് ഇത്ര വലിയൊരു പണി? ഭൂരിഭാഗം ദിവസങ്ങളും അവധി ആയതുകൊണ്ട് ആരും ഓഫീസിൽ ഉണ്ടാവില്ല. ആ സമയം നോക്കി അഴിമതിയുടെ ഫയലുകളിൽ തിരിമറി നടത്താനോ വല്ലതും മായ്ച്ചു കളയാനോ ഉള്ള നീക്കമാണോ ഇതെന്ന പ്രധാന ആരോപണം. 10 വർഷത്തെ പിണറായി ഭരണത്തിൽ നടന്ന പല വഴിവിട്ട ഇടപാടുകളും കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഇതിലും നല്ലൊരു സമയം ഇവർക്ക് കിട്ടാനില്ല. ഇക്കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ആ പ്രശസ്തമായ തീപിടുത്തമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കത്തി നിൽക്കുന്ന സമയം അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങുന്നു. അപ്പോഴാണ് ഒരു ദിവസം പ്രോട്ടോകോൾ വിഭാഗത്തിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്! ആ തീ പോയി പിടിച്ചത് കൃത്യം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇരുന്നിരുന്നു അവിടെ. ഇന്ന് വീണ്ടും ഭരണമാറ്റം ഉറപ്പായ സാഹചര്യത്തിൽ പഴയ അതേ ഷോർട്ട് സർക്യൂട്ട് സ്ക്രിപ്റ്റ് ഉദ്യോഗസ്ഥർ പൊടി തട്ടിയെടുക്കുകയാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇതിനിടയിലാണ് എൻ പ്രശാന്ത് IAS പരിഹാസം വരുന്നത്. ഇനി വരുന്ന ഒരു മാസം സർക്കാർ ഓഫീസുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ നടത്തിയ ആ വലിയ കളി. നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് കോടികളാണ് PR ഏജൻസികൾക്ക് നൽകിയത്. മുഖ്യമന്ത്രിക്ക് ഒരു നന്മവരം പരിവേഷം നൽകാനും സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചു പിടിക്കാനും ഇവർ കിണഞ്ഞു പരിശ്രമിച്ചു. സോഷ്യൽ മീഡിയയിലും TV-യിലും ഒക്കെ ഭരണ തുടർച്ചയെ കുറിച്ച് വലിയ വലിയ പരസ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ പരസ്യങ്ങൾക്കൊന്നും ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്നതാണ് സത്യം. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇക്കുറി നിശബ്ദമായ ഒരു ഭരണവിരുദ്ധ തരംഗം അലയടിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പോലും ഭൂരിപക്ഷം പകുതിയോളം താഴുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ഈ ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ ഭരണപക്ഷത്തെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ പരിഭ്രാന്തരാക്കുന്നത്. ഇനി എന്താണ് ഈ ഓഫീസ് മെയിൻ്റെനൻസ്? സെക്രട്ടേറിയറ്റിലെ ഫയലുകളെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇ ഓഫീസ് എന്ന് വിളിക്കുന്നത്. ഒരു ഫയൽ എവിടെയാണ് ഇരിക്കുന്നത്, അതിൽ ആരൊപ്പിട്ടു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നൊക്കെ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇത് നശിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏപ്രിൽ 11 മുതൽ 15 വരെ ഈ സിസ്റ്റം മെയിൻ്റെനൻസ് ആണെന്നാണ്. അതായത് സർവറുകൾ നന്നാക്കാൻ വേണ്ടി ഈ 4-5 ദിവസം കമ്പ്യൂട്ടർ വഴി ഒരു ഫയലും ആർക്കും നോക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ വില്ലൻ ഈ സമയമാണ്. ഏപ്രിൽ 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ നോക്കിയാൽ ഭൂരിഭാഗവും അവധി ദിവസങ്ങളാണ്. ഓഫീസിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരും ഓഫീസിലില്ലാത്ത ഈ അവധി ദിവസങ്ങളിൽ ഈ ഡിജിറ്റൽ ഫയലുകളിൽ ആർക്കും അറിയാതെ എന്തെങ്കിലും തിരിമറി നടത്താനാണോ ഈ മെയിൻ്റെനൻസ് നാടകം? ഇനി പ്രധാനപ്പെട്ട അഴിമതി ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവയിൽ പഴയ തീയതി വെച്ച് മാറ്റങ്ങൾ വരുത്താനോ ഉള്ള ഒരു പഴുതാണോ ഈ സമയത്ത് ഇവർ ഉപയോഗിക്കുന്നത്? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ആ പേര്, സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു സ്വപ്ന എന്ന ഓരോ തെളിവുകൾ പുറത്തു വന്നപ്പോഴും നാം കണ്ടതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും നീങ്ങിയപ്പോൾ കേരളം കണ്ടത് വലിയ ചില അത്ഭുതങ്ങളാണ്. ഇനി ഏറ്റവും വലിയ തമാശ CCTV ദൃശ്യങ്ങളുടെ കാര്യത്തിലായിരുന്നു. സ്വപ്ന സുരേഷും സംഘവും എത്ര തവണ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വന്നു എന്ന് പരിശോധിക്കാൻ അന്വേഷണ ഏജൻസികൾ ദൃശ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സർക്കാർ നൽകിയ മറുപടി എന്താണെന്ന് അറിയാമോ? ക്ലിഫ് ഹൗസിൽ ഇടിമിന്നലേറ്റു, അതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ നശിച്ചു പോയി എന്ന്. ഒന്ന് നോക്കൂ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തെളിവ് ചോദിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു പ്രത്യേകതരം ഇടിമിന്നൽ. ഇതിനെയാണ് കേരളം പിണറായി മിന്നൽ എന്ന് വിളിച്ച് പരിഹസിക്കുന്നത്. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഇരിക്കുന്നിടത്തും ഇതേപോലെ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു. സ്വപ്ന സുരേഷിന് സർക്കാർ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങളുടെയും ഫയലുകൾ ഇരുന്ന കൃത്യം ആ സ്ഥലത്ത് തന്നെ തീപിടുത്തമുണ്ടായി.
ആ ഷോർട്ട് സർക്യൂട്ടിനും ഇടിമിന്നലിനും അന്നത്തെ ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും രക്ഷിക്കാൻ വലിയ പങ്കുണ്ടായിരുന്നു. ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പായ ഈ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് അഴിമതികളുമായി ബന്ധപ്പെട്ടതോ ആയ ബാക്കിയുള്ള ഫയലുകൾ കൂടി നശിപ്പിക്കാനാണ് ഇവർ ഇത്ര ധൃതി കാണിക്കുന്നത്. പഴയ സ്ക്രിപ്റ്റുകൾ പൊടി തട്ടിയെടുക്കുമ്പോൾ ആളുകൾ ഇതെല്ലാം മറന്നു പോകുമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ കുടുങ്ങാൻ സാധ്യതയുള്ള പല ഉന്നതരും ഇന്നും സെക്രട്ടേറിയറ്റിലെ ഫയൽ റാക്കുകൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്. പുതിയ സർക്കാർ വന്നാൽ ഈ ഇടിമിന്നൽ കഥകളൊന്നും കോടതിയിൽ ചിലവാകില്ല എന്ന് ഇവർക്ക് നന്നായി അറിയാം. ഒന്നാം സർക്കാരിന്റെ തുടർ ഭരണം കിട്ടിയപ്പോൾ അഴിമതിക്ക് അല്പം ശമനമുണ്ടാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. രണ്ടാം ഭരണത്തിൽ അഴിമതി കൂടുതൽ ഹൈടെക് ആയി മാറി. AI ക്യാമറ അഴിമതി, ഫോൺ തട്ടിപ്പ്, മാസപ്പടി വിവാദം, അങ്ങനെ നീളുന്നു പട്ടിക. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് വരെ അന്വേഷണങ്ങൾ നീങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഭരണകാലത്തും PR വർക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ കേരളീയം പോലുള്ള ദൂർത്തുകൾ നടത്തി ജനങ്ങളെ പറ്റിക്കാൻ നോക്കി. പക്ഷെ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് മാസപ്പടി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരെ ആരോപണങ്ങൾ വന്ന ആ വിവാദം ഇപ്പോൾ ഇതാ ഫയലുകൾക്കിടയിൽ ചർച്ചയാവുകയാണ്. ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ ഓഫീസ് മെയിന്റനൻസ് കാലയളവ്. പുതിയ സർക്കാർ വന്ന് ഒരു അന്വേഷണം നടത്തിയാൽ പല ഉന്നതരും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ അവധി ദിവസങ്ങളിലെ സെക്രട്ടേറിയറ്റിലെ കമ്പ്യൂട്ടറുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് കണ്ടു തന്നെ അറിയണം. അഴിമതി മാത്രമല്ല, പടിയിറങ്ങാൻ നേരത്ത് ഖജനാവ് മൊത്തം കാലിയാക്കി എന്നൊരു ആരോപണം കൂടി നമുക്കിതിൽ പറയാം. ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാത്ത സമയത്താണ് PR വർക്കിനും കേരളീയം പോലുള്ള ആഘോഷങ്ങൾക്കും കോടികൾ പൊടിച്ചത്. ഈ പണമിടപാടുകളുടെ രേഖകൾ പലതും ഇപ്പോൾ പരിശോധിച്ചാൽ വലിയ ക്രമക്കേടുകൾ പുറത്തു വരും. പുതിയ സർക്കാർ അധികാരമേറ്റാൽ ഖജനാവിലെ ഈ കള്ളക്കണക്കുകൾ പരിശോധിക്കുമെന്ന ഭീതിയാണ് ഫയലുകൾ മുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. പണ്ട് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് നിന്ന് ആക്രോശിച്ച മുഖ്യമന്ത്രിയുടെ ചിത്രം നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഭരണം മാറുമെന്ന് ഉറപ്പായതോടെ അഴിമതിയുടെ തെളിവുകൾ ഇരിക്കുന്ന ഫയലുകളോട് കടക്ക് പുറത്ത് നിന്ന് ഉദ്യോഗസ്ഥർ രഹസ്യമായി പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ പുതിയ അന്വേഷണങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പടിയിറങ്ങും മുൻപ് എല്ലാം ക്ലീൻ ആക്കാനുള്ള ഈ ഓട്ടം. ഒരു ജനാധിപത്യ രാജ്യത്തിന് തന്നെ നാണക്കേടായിരിക്കുകയാണ്. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണകാലത്തെ 2 ഘട്ടങ്ങളും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കഥകൾ മാത്രമാണ് പറയുന്നത്. തെളിവുകൾ നശിപ്പിക്കാൻ നിങ്ങൾ കമ്പ്യൂട്ടർ ഓഫാക്കിയാലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ മായാതെ കിടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു പുക ഉയർന്നാൽ അത് തീപിടുത്തമല്ല, മറിച്ച് തെളിവുകൾ കത്തിക്കുന്ന പുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ സെക്രട്ടേറിയറ്റിൽ കാണുന്ന ഈ വെപ്രാളം വെറുതെയല്ല. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ജനാധിപത്യത്തിൽ ഭരണം വരും പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഭരണം മാറുമ്പോൾ എന്തിനാണ് ഇത്രയധികം പേടി? ഫയലുകൾക്ക് തീ പിടിക്കുമോ, ഇടിമിന്നൽ വരുമോ എന്നൊക്കെ ജനം പേടിക്കേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് PR വർക്കിന് വേണ്ടി കോടികൾ പൊടിക്കുമ്പോൾ ഇവരൊന്നും വിചാരിച്ചില്ല ഈ സത്യങ്ങളൊക്കെ എന്നെങ്കിലും പുറത്തു വരുമെന്ന്. ഇന്ന് ഈ ഓഫീസ് മെയിന്റനൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം പൂട്ടിയാലും പഴയ സ്ക്രിപ്റ്റുകൾ പൊടി തട്ടിയെടുത്ത് തീപിടുത്ത നാടകങ്ങൾ നടത്തിയാലും ഒരു കാര്യം മാത്രം ഓർക്കുക, ഇത് ഡിജിറ്റൽ യുഗമാണ്. ഒരു സ്ഥലത്ത് നിന്നും മായ്ച്ചു കളഞ്ഞാൽ മറ്റൊരു വഴിയിലൂടെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.